എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളത്തിലും തെലുങ്കിലും സജീവമായ താരമാണ് അനുപമ പരമേശ്വരൻ. ദുൽഖർ സൽമാന്റെ കുറിപ്പാണ് അവസാനമായി അനുപമ പ്രത്യക്ഷപ്പെട്ട മലയാള സിനിമ. എന്നാൽ തെലുങ്കിൽ സജീവമായി തുടരുന്ന അനുപമയ്ക്ക് ആരാധകരും ഏറെയാണ്. പ്രേമത്തിലെ മേരി തെലുങ്കിലെത്തിയതോടെ ആകെ മാറിപ്പോയെന്നാണ് ആരാധകർ പറയുന്നത്. ടോളിവുഡിലെത്തിയതോടെ ഗ്ലാമറസ് വേഷങ്ങളും കഥാപാത്രങ്ങളും ഇപ്പോൾ മടി കൂടാതെ അനുപമ ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഏറ്റവും പുതുതായി അനുപമ അതീവ ഗ്ലാമറസ് ആയി എത്തിയത് തെലുങ്കിൽ റിലീസിനൊരുങ്ങുന്ന തില്ലു സ്ക്വയറിലാണ്. ചിത്രത്തിന്റെ ട്രെയിലർ പ്രണയദിനത്തിലാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. അതീവ ഗ്ലാമറസ് ആയി എത്തുന്ന അനുപമ തന്നെയാണ് ട്രെയിലറിൽ തിളങ്ങുന്നത്. നടിയുടെ ലിപ് ലോക്ക് രംഗങ്ങൾ അടക്കമുള്ള ഗ്ലാമർ രംഗങ്ങളും ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2022 പുറത്തിറങ്ങിയ ക്രൈം കോമഡി ചിത്രം DJ തിലുവിന്റെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ. വിമൽ കൃഷ്ണയായിരുന്നു DJ തിലു ചിത്രത്തിന്റെ സംവിധായകൻ. അന്ന് സിനിമയുടെ പോസ്റ്ററിൽ നടി അൾട്രാ ഗ്ലാമറസ് ലുക്കിലായിരുന്നു. തെലുങ്ക് സിനിമാ രംഗത്തെ ആരാധകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെങ്കിലും മലയാളി പ്രേക്ഷകർ ഒരിക്കലും അനുപമയിൽ നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് തില്ലു സ്ക്വയറിൽ നടിയുടെ പ്രകടനം. നടിയുടെ നീളൻ ലിപ് ലോക്ക് അടക്കമുള്ള ഗ്ലാമർ രംഗങ്ങളും ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ധു ജൊന്നാലഗഡെയാണ് ചിത്രത്തിലെ നായകൻ. ട്രെയിലർ വൈറലായതോടെ സായി പല്ലവിയോടും അനുപമയെ താരതമ്യം ചെയ്ത് ചിലർ രംഗത്തെത്തി. അനുപമയെ വിമർശിച്ചുള്ളവയാണ് കമന്റുകളിൽ ഏറെയും. എന്തിനാണ് ഇത്രയേറെ അഡൽട്ട് രംഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സായി പല്ലവിയൊന്നും ഇങ്ങനെയല്ലല്ലോ. അവരെ പോലെ മാന്യതയുള്ള കഥാപാത്രങ്ങൾ അനുപമ ചെയ്തു കാണാനാണ് ആഗ്രഹം. ട്രെയിലർ ശരിക്കും ഹൃദയം തകർന്നു എന്നിങ്ങനെ നീളുന്നു ആരാധകരുടെ പരാതികളും പരിഭവങ്ങളും. ഗുഡ് സെക്സ് നല്ല ഭക്ഷണം പോലെ എന്നൊരു ഡയലോഗും അനുപമ ട്രെയിലറിൽ പറയുന്നുണ്ട്. അതും ആരാധകർക്ക് അത്ര ദഹിച്ചിട്ടില്ല. അനുപമ ലിമിറ്റ് ക്രോസ് ചെയ്യുന്നുവെന്നും ചിലർ വിമർശിച്ചിട്ടുണ്ട്. സായി പ്രകാശ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ചിത്രം മാർച്ച് 29 തിയേറ്ററുകളിലെത്തും. മലയാളത്തിലുള്ളതിനേക്കാൾ ആരാധകർ അനുപമയ്ക്കുള്ളത് തെലുങ്കിലാണ്. തെലുങ്കിലെ ഒട്ടുമിക്ക യുവ നടന്മാരോടൊപ്പം നായികയായിട്ടുണ്ട് അനുപമ പരമേശ്വരൻ. ഈഗിൾ എന്ന തെലുങ്ക് ചിത്രമായിരുന്നു നടിയുടേതായി ഒടുവിൽ തിയേറ്ററുകളിലെത്തിയത്. മലയാളത്തിൽ അൽഫോൺസ് പുത്രൻ ചിത്രമായ പ്രേമത്തിലൂടെയായിരുന്നു അനുപമയുടെ തുടക്കം. പ്രേമത്തിനു ശേഷം ജെയിംസ് ആൻഡ് ആലീസ് എന്ന പൃഥ്വിരാജ് സിനിമയിലും അനുപമ അഭിനയിച്ചു. മണിയറയിലെ അശോകനിലും കുറുപ്പിലും ചെറിയ വേഷങ്ങളായിരുന്നു അനുപമ ചെയ്തത്. ശേഷമാണ് തെലുങ്കിലേക്ക് അനുപമ അരങ്ങേറിയത്. പ്രേമത്തിന്റെ തെലുങ്ക് റീമേക്കിലും നടി അഭിനയിച്ചിരുന്നു. തെലുങ്കിൽ മാത്രമല്ല തമിഴിലും നായികയായി അരങ്ങേറിയിരുന്നു അനുപമ. തുടക്കം ധനുഷിന്റെ നായികയായി കൊടി എന്ന ചിത്രമായിരുന്നു അനുപമ ചെയ്തത്. കൊടിക്ക് ശേഷം അഥർവയ്ക്കൊപ്പമുള്ള തള്ളിപ്പോകാതെ എന്നൊരു തമിഴ് സിനിമ കൂടി അനുപമ ചെയ്തിരുന്നു. ജയം രവി നായകനായി എത്തുന്ന സൈറൺ എന്ന സിനിമയാണ് അനുപമയുടേതായി തമിഴിൽ റിലീസാകാനുള്ളത്. കീർത്തി സുരേഷും ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. താരം മലയാളത്തിൽ സജീവമാകുന്നത് കാത്തിരിക്കുകയാണ് ഇന്ന് കേരളത്തിലെ ആരാധകർ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.